മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ പ്രതിപത്തിയാണ്. ഒന്നിച്ചാലോചിച്ചാണ് ഇവർ തീരുമാനമെടുക്കുന്നത്. ഇത് അത്യന്തം അപകടകരമായ നീക്കമാണ്. 4 വോട്ടിനു വേണ്ടി രാഷ്ട്രീയ തെറ്റ് സ്വീകരിക്കാൻ CPM ഒരു കാലത്തും തയ്യാറല്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെ മതനിരപേക്ഷ മുസ്ലിം ജനവിഭാഗം അംഗീകരിക്കുന്നതല്ല. ലീഗിനിപ്പോ വല്ലാത്ത പ്രതിപത്തി അവരോട്. പല കാര്യങ്ങളിലും പരസ്പരം ആലോചിച്ച് കാര്യങ്ങൾ നീക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോ നീക്കിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അത് അങ്ങേയറ്റം വിനാശകരമായതാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തം കാത്തിരിക്കുന്നുണ്ടാകും എന്നത് മാത്രം ഓർത്താൽ നല്ലതാണ്. വർഗീയത നിങ്ങളെ തന്നെ വിഴുങ്ങിയെന്ന് വരും, അതും മനസ്സിലായിക്കൊള്ളണം. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറുമല്ല. കോഴിക്കോട് നിന്ന് ഷിതാ ജഗത് വിവരങ്ങൾ നൽകും. ഷിതാ, വീണ്ടും ലീഗിനെതിരെ മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ്. രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഏത് വേദിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്? ദിവ്യ, മലപ്പുറം CPM-ന്റെ ജില്ലാ സമ്മേളന വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ. UDF-നെതിരെ വോട്ടിന് വേണ്ടി ആരെയും സ്വീകരിക്കാമെന്നുള്ള നിലപാടാണ് UDF സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞ പിണറായി വിജയനാണ് പിന്നീട് ലീഗിനെ രൂക്ഷമായി വിമർശിക്കുന്ന രീതിയിലേക്ക് എത്തിയത്. താൽക്കാലിക ലാഭങ്ങൾക്കായി പലരെയും കൂട്ടുപിടിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDPയും UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞ പിണറായി വിജയൻ ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയോട് ഇപ്പോൾ വലിയ പ്രതിബദ്ധതയാണ്, എല്ലാ കാര്യങ്ങളും ഒന്നിച്ചാലോചിക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഒപ്പം തന്നെ അത്യന്തം അപകടകരമായ നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലീഗ് ഇതിനെ കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങേയറ്റം വിനാശകരമാണെന്ന് ഓർത്താൽ നല്ലതാണ് എന്നുകൂടെ ഒരു മുന്നറിയിപ്പ് കൂടെ ലീഗിന് നൽകുന്ന ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. വർഗീയത നിങ്ങളെ തന്നെ വിഴുങ്ങി എന്ന് വരും, അത് മനസ്സിലാക്കണം. 4 വോട്ടിന്റെ കാര്യം മാത്രമല്ല ആലോചിക്കേണ്ടത് എന്നുകൂടെ പിണറായി വിജയൻ പറയുകയും ചെയ്തിരിക്കുന്നു. മലപ്പുറത്ത് വന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനെതിരെയുള്ള വിമർശനങ്ങൾ CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് കണ്ടതാണ്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കൂടി കാണേണ്ടത്.